എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആരോടും അധികം സംസാരിക്കാറില്ല. ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരിക്കലും എന്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലുമില്ല. അവന്റെ അനിയനാണ് ഞാൻ, എന്റെ ചേട്ടനാവൻ. അതൊരിക്കലും മാറത്തില്ല, അതങ്ങനെ തന്നെ ആയിരിക്കും. പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്ത് പ്രവീണും മൃദുലയും കൂടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതായത് ഇനി വീട്ടുകാരായിട്ട് വീഡിയോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിക്ക്. അപ്പൊ അവര് എന്നിട്ട് പിന്നെ ആ ഒരു വീഡിയോനകത്ത് അവര് വലിയ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഇനി എനിക്ക് അഡ്രസ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ട് പ്രവീൺ ഇരുന്ന് കരയുണ്ടായി. അപ്പൊ ഈ ഒരു സംഭവത്തിനകത്ത് നമ്മുടെ ഈ ഇവരുടെ ഫാമിലിക്ക് പല രീതിയിലുള്ള സൈബർ അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഈ ഒരു സംഭവം ഇവർ പറഞ്ഞതുകൊണ്ട്. അപ്പൊ അതിനൊരു റിപ്ലൈ എണ്ണോ അല്ലെങ്കിൽ അതിനൊരു റിയാക്ഷൻ അവരുടെ ആ ഒരു ഇത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് മെയിൻ ആയിട്ട് വീഡിയോ ഇട്ടേക്കണമെന്ന് പറഞ്ഞാൽ ഈ പ്രണവ് എന്ന് പറഞ്ഞ ഇവരുടെ അനിയൻ കൊച്ചു എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഈ പ്രണവ് എന്ന് പറഞ്ഞ പുള്ളിയാണ് വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം. അപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടാണ് വന്നത്. അപ്പോ ഇന്നലെ ആയിട്ട് പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരുന്നു. അതിലിപ്പോ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്ന് നിങ്ങളൊരു അഭിപ്രായം പറയണ്ട. നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. മെയിനായിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചു തന്നു. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയുടെ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക, ഇത് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ലല്ലോ, നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു അമ്മയെടുത്തു. അമ്മ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ നീ ഈ പാർട്ട് നീ കട്ട് ചെയ്ത് കളയുക, ഇത് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല പറ്റില്ല, അവനത് ഇടും എന്നാണ് പറഞ്ഞു. പക്ഷെ അവൻ അഡ്രസ്സിന്റെ കാര്യമല്ല എന്റെ അടുത്താണ് ചോദിച്ചത്. എന്നെ വിളിച്ച് ചോദിച്ചമ്മ നമ്മളെ വാർഡ്, അത് ഒരാഴ്ചക്ക് മുമ്പാ അവള് ഹോസ്പിറ്റലിൽ പോയിട്ട് അവളെ പേവാർഡിലോട്ട് പ്രസവിച്ച് പേവാർഡിലോട്ട് ആക്കിയതിനു ശേഷം പിറ്റേന്നാണ് എന്നെ വിളിക്കുന്നവൻ. വിളിച്ചിട്ട് ചോദിച്ചമ്മ അവിടുത്തെ പിന്നെ വാർഡ് നമ്പർ എത്രയാ, പിന്നെ വില്ലേജ് എവിടെ, ചോദിച്ചിട്ട് അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കുഞ്ഞിന്റെ അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സാണ്, ഈ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് അവന്റെ വീട്, ഇതാണ് അവന്റെ വീട്. പിന്നെ ഏതാണ് അവന് വേറെ ഏത് വീടാണ് ഉള്ളത്? എനിക്ക് വേറെ ഏത് വീടുണ്ട്? നമ്മുടെ കുടുംബം ഏതാ? ഇതാണ്. അവര് യാതൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. അമ്മയുടെ അപ്പോഴേ വന്ന് ചോദിച്ചു, വില്ലേജും താലൂക്കൊക്കെ ചോദിച്ചു. അമ്മ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു കറക്റ്റ് ആയിട്ട്, തെറ്റാതെ. അത് തന്നെയാണ് കുഞ്ഞിന്റെ അഡ്രസ്സ്. അവന് വാർഡ് എത്ര, നമ്മളെ വാർഡ് നമ്പർ അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ വാർഡ് നമ്പർ പറഞ്ഞു കൊടുത്തു, എല്ലാം പറഞ്ഞു. കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ്സും കൊടുത്തിട്ട് പിന്നെ എന്തിനാണ് അവൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വയ്യ. നാട്ടുകാരായിട്ട് സഹകരിക്കുന്നതാണ്. അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോണതാണ്. പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർ അതും ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ടൊരു മറുപടികളില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുള്ളത്. ഞങ്ങൾ അത്രയ്ക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു. അത് എന്തിനാണ് അങ്ങനൊരു കാര്യം പറഞ്ഞ് നമ്മളെ ഇതുപോലെ പ്രശ്നത്തിലാക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ ഒന്ന് റിക്കവറായി വരുന്നുള്ളൂ. പിന്നെയും എന്റെ മണ്ടയിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടിടുക. ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട്. എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. നിങ്ങൾ അപ്പൊ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ അച്ഛനും അമ്മയും പറ്റിയും അതും ഇതും പറയാണ്ടിരിക്കുക. മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല. എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ. മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എന്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല. അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഞാൻ ഒരു 1.5 മാസമായിട്ട് അമ്മയോട് ചോദിച്ചു നോക്ക്, ഇവിടെ ചോദിച്ചു നോക്ക്, ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ എങ്ങും പോകുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആരോടും അധികം സംസാരിക്കാറില്ല. ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരിക്കലും എന്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലുമില്ല. അവന്റെ അനിയനാണ് ഞാൻ, എന്റെ ചേട്ടനാവൻ. അതൊരിക്കലും മാറത്തില്ല, അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ പ്രശ്നങ്ങൾ വരും. അപ്പൊ എന്റെ അടുത്ത് ചെയ്തത് നല്ലതല്ല. ഇത് പ്രശ്നം ഞാൻ പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ എൻ്റെ അടുത്ത് ചെയ്തതൊന്നും ശരിയല്ല. പക്ഷെ ഞാൻ വിടും, എല്ലാം ഞാൻ മറക്കും. ദേവി ഇത് വെറുതെ വിടുക. എനിക്ക് യൂട്യൂബിൽ ഒന്ന് വീഡിയോ ഇടാനോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനോ എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് സമാധാനം തരാം, ദേവി ഇത്.
ഓക്കെ, അപ്പൊ ഇതിനകത്ത് പുള്ളിക്കാരൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അതിപ്പോ ആ ഒരു സിറ്റുവേഷനകത്ത്, അതായത് ഇത്രയും ഇപ്പൊ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ട് ഇപ്പൊ ഫാമിലി വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവർക്ക് ഇപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് അതിനെപ്പറ്റി ഇവർക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല ഇവർക്ക്. പക്ഷെ താല്പര്യം ഇല്ലാഞ്ഞിട്ടും പക്ഷെ പ്രവീൺ ഒരു ചെറിയൊരു മെൻഷൻ പോലെ ഇങ്ങനെ ഇട്ടങ്ങ് കൊടുത്തു. അതായത് ഇപ്പൊ ഈ ഒരു അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞൊരു സാധനം. അപ്പൊ ആ പുള്ളി പറഞ്ഞ ആ ഒരു ഒറ്റ വാക്കേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ കാര്യം ഫാമിലിക്ക് ഒരു ഹെർട്ടാവുന്ന രീതിക്ക് ആ ഒരു ഒറ്റ കാര്യം പ്രവീൺ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് പറഞ്ഞപ്പോ തന്നെ ഈ ഫാമിലിക്ക് അത് അത്രയും ഹെർട്ടായിട്ട് ഇവർക്ക് അങ്ങനെ ഭയങ്കര രീതിക്കുള്ള സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒക്കെ ഇവർക്ക് വന്ന്. അപ്പൊ അതിന് ആ ഒരു ഇതാണ് ആ അനിയൻ പറയുന്നത്. എനിക്ക് അത്ര മാത്രം മതി. ഇവരെ കണ്ണീരും കരച്ചിലൊന്നും കാണാൻ ഒക്കത്തില്ല. നീ കാണുന്നില്ലായിരിക്കും, പക്ഷെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് എല്ലാരും മുമ്പില് അമ്മായിയമ്മ ഭയങ്കരയാണ്. എന്റെ അമ്മ അങ്ങനല്ല എന്ന് എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം. എന്നിട്ട് ഒരു ഇത്രയും നേരമായി, ഇപ്പൊ മണി 4 ഒരു ആഹാരം കഴിച്ചിട്ടില്ല, കഴിക്കാൻ പറ്റുന്നില്ല. അവ എന്തിനാ അത് പറഞ്ഞത്? അവന്റെ അടുത്ത് പറഞ്ഞത് നീ അങ്ങനെ പറയില്ലേ, അത് തെറ്റാണ്. അവന്റെ അടുത്ത് ഇവിടെ ഈ വീട്ടിൽ നിന്ന് പിന്നെ താമസം മാറി പോണോന്നോ അവൻ വാടക വീട്ടിൽ പോണോന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത്, നീ കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുതെന്ന് ഞാനോ അച്ഛനോ അമ്മയോ ആരും പറഞ്ഞിട്ടില്ല. അത് അവന്റെ വീടാണിത്. ഇത് ഇവന്റെ വീടല്ലേ? ഇവൻ ഇവിടെ ഒന്ന് താമസിക്കുന്നത് എന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് ഈ വീടിന്റെ ആവശ്യം എന്താ? ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച വന്ന വഴി മറക്കാൻ ഒരു കുഞ്ഞു വീട് അവിടെ ഇട്ടുണ്ട്. അതിന്റെ ബാക്കി അത് എനിക്കെന്തിനാ ഇത്രയും വലിയ, എനിക്ക് ഒക്കെ താമസിക്കാൻ എന്തിനാ ഇത്രയും വലിയ വീടാ? ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നേ. ഞങ്ങൾ മക്കളുടെ സന്തോഷം, ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചത്. ഞങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചു ഈ നിമിഷം വരെ. ആരോടെങ്കിലും ഒരു വാക്ക് വേണ്ടാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്റെ ഗതികേടാ. ഇവർക്ക് വേണ്ടിയിട്ടാ, ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാ. ഇവർക്ക് പുറത്തിറങ്ങി നടക്കണം. ആൾക്കാരെ മുമ്പിൽ തല കുനിച്ച് നടക്കാൻ പറ്റത്തില്ല. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. അല്ലാതെ എന്റെ കുടുംബകാര്യം വന്നിരുന്ന ഒരു ചർച്ചയാക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷെ ഇവ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറയാതിരിക്കാൻ പറ്റത്തില്ല. പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഗൈസ്, അവന് ചാനല് വേണമെങ്കിൽ അവൻ കൊണ്ടു പൊക്കോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാനത് കൊടുത്തതുമാണ്. അവൻ കൊണ്ടു പൊക്കോ. അവന്റെ കാര്യം നോക്കി അവൻ ജീവിക്കട്ടെ. പിന്നെ എന്തിനാണ് ഞങ്ങളെ കരിവാരി തേക്കുന്നത്? അവന് ഇവിടെ ഒന്ന് താമസിക്കാം, ഇവിടുന്ന് ആരും നീ ഇറങ്ങി പോടേ എന്ന് ഇവിടെ നിന്ന് ആരും പറയത്തില്ല. ഒരിക്കലും അവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് വെച്ചാൽ നമുക്ക് പറയേണ്ട കാര്യമില്ല. അവന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അവനും കൂടെ താമസിക്കാനാ. അവന്മാർക്ക് രണ്ടുപേർക്കും ഉള്ളതാ ഇത്. താമസിക്കൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതില്. പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് വാടകയ്ക്ക് പോണം, അവർക്ക് റെന്റ് ഹൗസിൽ പോണം എന്നുണ്ടെങ്കിൽ അവർക്ക് പൊക്കൂടെ. എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോണത്? നിങ്ങള് ഈ വീഡിയോയുടെ അടിയിൽ ഓക്കെ, അപ്പൊ ഈ ഒരു ഇതിനകത്ത് ഇവര് പറയുന്നുണ്ടല്ലോ, ഇവര് പറയുന്നതൊക്കെ പോയിന്റ് ആട്ടോ. കാര്യം ഇവര് ഇപ്പൊ ആ ഒരു പ്രവീൺ ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഇവരിപ്പൊ എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ടെന്ന് കണ്ട. അതായത് ആ വീട്ടുകാർക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ. അതേപോലെ തന്നെ ഇപ്പൊ അനിയൻ പറയുന്നുണ്ടല്ലോ, ഇവര് തമ്മിൽ എന്തോ ചാനൽ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു വിഷയമാണെന്നാണ് എനിക്കിത് കേട്ടിട്ട് എനിക്കൊരു തോന്നിയത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അതിന് മനസ്സിലായത്. കാര്യം ഇപ്പൊ ചാനലായിട്ട് എന്തോ തർക്കം ഇവർ രണ്ടുപേരും കൂടെ തുടങ്ങിയ ചാനലാണ്. പിന്നെ അങ്ങനെ ഒരു തർക്കം വന്നതാണെന്നാണ് എനിക്കത് കേട്ടിടത്തോളം മനസ്സിലാവുന്നത്. ബാക്കിയും കൂടെ കണ്ടു. എന്നിട്ട് എന്താ കമന്റ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെ ആൾക്കാർ ഏത് രീതിയിൽ എടുക്കുമെന്നോ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഇനി എന്താന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എനിക്ക് അതിൽ കൂടുതൽ എനിക്കൊന്നും പറയില്ല. വിവരമില്ലാത്തരം പൊട്ടത്തരം ഒന്നും വിളിച്ച് പറയാണ്ട്. നമ്മള് ചെന്നിട്ടും അവൻ പറഞ്ഞില്ല. അവളെ വാർഡിലോട്ട് ഇറക്കുന്ന സമയത്തും ഞാൻ അവിടെ നിൽപ്പുണ്ട്. എനിക്ക് വേണമെങ്കിൽ അപ്പോഴും കുഞ്ഞിനെ ഇറക്കിയ സമയത്ത് ബർത്ത്ഡേക്ക് കേക്ക് കെട്ടിയ സമയത്തും നമ്മൾ പുറത്തുണ്ടായിരുന്നു. അതൊന്നും ഉണ്ട്. അത് നമ്മൾ അവിടെ ചെന്ന സമയമായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് അതൊന്നും ഓക്കെ, അതൊക്കെ അവരുടെ ഹാപ്പിനെസ് ആണ്. നമ്മൾ ചെല്ലുമ്പോ അവരുടെ സന്തോഷം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത്, അല്ലേ ചേ? എന്നും ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കുമെന്നല്ല. അവ ഇപ്പൊ വന്നു കഴിഞ്ഞാലും അതില് വേറെ പിണക്കങ്ങളും കാര്യമൊന്നുമില്ല. അവന്റെ വീട്, അവൻ എപ്പോ വേണമെങ്കിലും ഇവിടെ കയറി വരാം. ഇത് കഴിഞ്ഞിട്ട് അവൻ ഇവിടെ വന്നായിരുന്നു. കുഞ്ഞിന്റെ ഉറങ്ങി ഡിസ്ചാർജ് ആയി പോയി. അവ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് വൈകിട്ട് അവന് വീഡിയോ എന്തോ എടുക്കാണ്ടായിരുന്നു. അവൻ പുറത്ത് വീഡിയോ എടുത്തോണ്ട് വന്നു. അപ്പോഴൊന്നും അപ്പോഴെല്ലാം അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇത്രയും ദിവസമായി ഇപ്പോഴവൻ പറയുന്ന അവന് അഡ്രസ് ഇല്ലെന്ന്. ഇപ്പം അന്നേരം ഇതിപ്പോ കമന്റ് ഇടുന്നവര് ശ്രദ്ധിക്കുക. നിങ്ങള് ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്നിട്ട് ഞങ്ങളെ ചീത്ത വിളിക്കാനായിട്ട് നിൽക്കരുത്. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഇപ്പൊ പറയാൻ വരത്തില്ല. അത്രയ്ക്ക് ഇന്നലെ തൊട്ടുന്നല്ല ഏതാണ്ട് 1.5 മാസം കൊണ്ട്
പിന്നെ ഓരോരുത്തര് കുഞ്ഞിന്റെ കാര്യം പറയുന്നു. ഒരിക്കലും ഒരിക്കലും അങ്ങനെ ഒന്നും നമ്മളെ മോനെ കുഞ്ഞിനെ പറയില്ല. അവ വന്നിട്ടാ ഇങ്ങനെ അതൊന്നും അല്ല. അത് ഇതൊക്കെ പിന്നെ നമ്മളെ ഈ ടൈമിന്റെ ആയിരിക്കാം, സമയത്തിന്റെ ആയിരിക്കാം. ചിലപ്പോ ഒരേ സമയത്ത് ഒരേ വരും. പാവൻ മോ എന്തിനു ചെയ്ത് ഒരിക്കലും കുഞ്ഞ് വന്നിട്ടോ അതൊന്നുമല്ല. ഇത്രയും ഒരു ചടയമംഗലത്ത് പോകണമെങ്കിൽ പോലും ഇവിടെ ഉള്ളവർക്ക് അറിയാം അവ ഒറ്റയ്ക്ക് പോകത്തില്ല, ഇവര് രണ്ടുപേരും കൂടെ പോകത്തുള്ളൂ. ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അറിയാമല്ലോ, കുടുംബമാണ്, എനിക്ക് പറയുന്നതിനൊക്കെ പരിമിതികളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിന് ഇതാണ് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ളൊരു മറുപടി. എല്ലാവർക്കുള്ളയും വലുത് കുടുംബം തന്നെയാണ്. എല്ലാവരും ഒന്നിച്ചു പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെ എല്ലാം ഒന്നിക്കട്ട് എന്നുള്ള ആഗ്രഹമാണ്. എല്ലാവരും ഒരുമിച്ച് പോകണം. അത് തന്നെയാണ് നമ്മളെ ഇതുവരെയ്ക്കും നമ്മൾ പിരിഞ്ഞു പോകണം ചിന്തിച്ചിട്ട് കൂടിയില്ല. ഇപ്പൊ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മള് മക്കളെ തെറ്റുകളൊക്കെ നമ്മളത് സഹിക്കും. നമ്മള് ഒരുപാട് കഷ്ടതയിൽ നിന്ന് വന്നവരാ. ഒരിക്കലും ഞങ്ങള് പോയ കഷ്ടപ്പാടിൽ ഒരിക്കലും ജീവിക്കില്ലെന്നുള്ള ആഗ്രഹമുള്ളവരാണ്. അതിനുവേണ്ടി ഞാനും അവളും പിന്നെ മക്കൾക്ക് വേണ്ടിയാ ജീവിച്ചതെന്ന് തന്നെ പറയാം. ഞങ്ങളുടെ സുഖം നോക്കി ഞങ്ങൾ ജീവിച്ചിട്ടില്ല. അത്രയൊക്കെ പറയുള്ളൂ. കൂടുതലൊന്നും എനിക്ക് സംസാരിക്കില്ല. ഓക്കെ, അപ്പൊ അതായിരുന്നു അവരുടെ ആ ഒരു വീഡിയോ. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് ഇവര് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങളും. അതായത് ഇവര് ഡീറ്റെയിൽ ആയിട്ട് അവരെന്താണ് പ്രശ്നം എന്നുള്ളത് പറഞ്ഞില്ലെങ്കിലും പക്ഷെ ഇവരെന്താണ് ഇവരുടെ ആ ഒരു അനുഭവിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ എന്ന് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് ആ ഒരു ഞാൻ പറയാം ഈ ഒരു ഇതിനകത്ത്, അതായത് ഇപ്പൊ ഈ ഒരു പ്രശ്നങ്ങൾ നമ്മൾ കുടുംബത്തിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ പബ്ലിക്കിനകത്ത് വന്ന് നമ്മൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒരു ഏറ്റവും വലിയൊരു ഗതികേടായിട്ട് എന്ന് പറഞ്ഞാൽ, കാര്യം ഇവരുടെ ഒരു പ്രശ്നമാണ്. ഇവരുടെ വീട്ടിനകത്ത് ഇപ്പൊ ഇവർക്ക് പറയണ്ടെന്നുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ഓഡിയൻസ് അത് ഡിമാൻഡ് ചെയ്യും. ഓഡിയൻസിന് അത് അറിഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴത്തേക്കാണ് ഇപ്പൊ ഈ പ്രവീൺ ആണെങ്കിലും മറ്റേ വീഡിയോ കിട്ടുന്നത്. അപ്പൊ അറിയാണ്ട് പുള്ളിയുടെ വായന്ന് ചാടിപ്പോയ ഒരു സാധനമാണ് എനിക്കിപ്പോ അഡ്രസ് ഇല്ലാന്നായത്. അത് ശരിക്കും പറഞ്ഞ ഒരു അൺവാണ്ടഡ് ഒരു സാധനമായി പോയി ഈ അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞത്. അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇപ്പൊ ഇവര് തന്നെ പറയുന്നുണ്ടല്ലോ, ഇവർക്ക് വീട്ടിനകത്തേക്ക് വരുന്നതിന് വീട്ടിനകത്തേക്ക് വരണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ ഇവന്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ വീടാണെന്നുള്ള രീതിക്കാണ് ഇവർ സംസാരിക്കുന്നത്. അല്ലാണ്ട് അഡ്രസ് ഇല്ല, നീ ഇങ്ങോട്ട് വരണ്ട, അങ്ങനെയൊന്നും ഇവർ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥേനകത്താണ് ഇവരുടെ കുടുംബക്കാരെങ്കിൽ പിന്നെ എന്തിനാണ് പ്രവീൺ വന്നിട്ട് വെറുതെ അഡ്രസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞത്? അപ്പൊ അത് ഉറപ്പായിട്ടും അതൊരു അൺവാണ്ടഡ് ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുവഴിയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സൈബർ ബുള്ളിങ് അറ്റാക്കും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇപ്പൊ ഈ അനിയൻ എന്ന് പറയുന്നത്, അനിയനും ഈ നമ്മുടെ പ്രവീണുമായിട്ട് ചാനൽ തുടങ്ങിയതുകൊണ്ട് തന്നെ ആ ഒരു ചാനലും പ്രവീൺ എടുത്തോട്ടെ എന്നൊക്കെ അനിയൻ പറയുന്നുണ്ട്. അപ്പൊ ചാനൽ റിലേറ്റഡ് ആയിട്ടും എന്തോ ഒരു പ്രശ്നമൊക്കെ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പൊ പിന്നെ ഇതേപോലെ തന്നെ ഇപ്പൊ അച്ഛൻ പറയുന്നുണ്ടല്ലോ, ഈ വീടൊക്കെ നിങ്ങളുടെയാണ്, അപ്പൊ നിങ്ങൾ പിന്നെ മാറി താമസിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. ഈ മാറി താമസിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ അവർക്ക് മാറി താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ മാറി താമസിച്ചോട്ടെ എന്ന് ഈ അനിയനും പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും അവരനുഭവിക്കുന്ന കാര്യങ്ങൾ, അതായത് ഇവർ തമ്മിലുള്ള പ്രശ്നത്തിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഇവർ ഈ ഒരു വിഷയം കൊണ്ടു പബ്ലിക്കിനകത്ത് ഇട്ടപ്പോ എന്തെങ്കിലും അറിയാണ്ട് ചാടിപ്പോയതെന്ന് പറഞ്ഞാൽ പ്രവീണിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ പ്രവീൺ ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ ഈ ഫാമിലിയുടെ ഒപ്പമാണ് നിൽക്കുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള ഈ ഒരു പ്രശ്നം എന്താണെന്ന് ഇവര് പബ്ലിക്കിനോട് പറയാത്തിടത്തോളം കാലം നമുക്കും അതിനകത്ത് ഞാൻ എന്റെ ഒരു ഊഹം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഒഴിവാവട്ടെ. കാര്യം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ എന്തിനാണ് വെച്ചിട്ടിരിക്കുന്നത്? ഈ ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും അതിങ്ങനെ ഓരോ വീഡിയോ ഇട്ട് ഇപ്പൊ ഇങ്ങനെ ഈ പ്രശ്നത്തിനെ പറ്റി റിലേറ്റ് ചെയ്തിട്ട് ഇനി വീഡിയോ ഇടാണ്ടിരിക്കാനേ ഞാൻ ഇവരോട് പറയുള്ളൂ. കാര്യം ഇപ്പൊ ഒരു വീഡിയോ ഇട്ട് ഇവരിപ്പോ വീഡിയോ ഇട്ട് ഇനി നാളെ പ്രവീൺ ഒരു വീഡിയോ ഇട്ട് അപ്പൊ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് ഈ പ്രശ്നം വഷളാവത്തുള്ളൂ. അതായത് നമ്മൾ പബ്ലിക്കിനകത്ത് വന്നിട്ട് ഇങ്ങനെ നമ്മുടെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളൊന്നും അങ്ങനെ പറയാണ്ടിരിക്കുക. അത് പബ്ലിക് ഇപ്പൊ എന്തോരം വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്തോട്ടെ, എന്നാലും പറയാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു ഈ പ്രശ്നം ചിലപ്പോൾ തീരാണ്ട് പോകും. ഇത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമായിരിക്കും, പക്ഷെ അത് തീരാണ്ട് പോകും ഈ ഒരു പബ്ലിക്കിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് അത്രയാണ് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാൻ ഈ വീഡിയോയുടെ താഴെ കമന്റ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക്